വിറകടുപ്പിൽ വെച്ച് ഒരു നാടൻ ചിക്കൻ കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ ഒരു 2 ബൗളോളം ചെറിയ ഉള്ളി നെടുകെ കീറിയതും അതുപോലെ ഒരു സവാള കനം കുറച്ച് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. പെട്ടെന്ന് വഴണ്ടിയിട്ടാൽ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ഒരുപാട് അങ്ങ് വഴറ്റി ബ്രൗൺ നിറേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ ഈ ഉള്ളിയും സവാളയും ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മാത്രം മതി. ഇനി ഇതിലേക്ക് മുളക് ചേർത്ത് കൊടുക്കാം, പച്ചമുളക്. ഇതും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കി നമ്മുടെ ഉള്ളി സോഫ്റ്റ് ആവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഉള്ളിയൊക്കെ സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. എരിവിനാവശ്യമായ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/4 സ്പൂണോളം ഗരം മസാല പൊടിച്ചത്, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, വളരെ കുറച്ച് മാത്രം പെരിഞ്ജീരകം. ചതച്ചോ ചതയ്ക്കാതെ എടുക്കാം, ഞാൻ ചതച്ചിട്ടില്ല. ഇതും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പൊടിയുടെ മണമൊക്കെ പച്ചമണമൊന്ന് മാറി കിട്ടണം. പൊടികൾ കരിഞ്ഞു പോകാതെ സൂക്ഷിക്കണേ. ഇനി നമുക്കിതിലേക്ക് 2 തക്കാളി കട്ട് ചെയ്തതും കൂടെ തന്നെ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും ചേർത്ത് കൊടുക്കാം. ഇത് നാടൻ കോഴിയാണ്, അപ്പോൾ ഇതിന് നല്ലോണം നെയ്യുള്ള ചിക്കനാണ്. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ചിക്കനിൽ മസാലകളെല്ലാം ഒന്ന് പിടിച്ച് കിട്ടുന്നതുവരെ മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം ഒന്നും തന്നെ ഒഴിക്കാതെ ഇത് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. 10 മിനിറ്റ് ഇതുപോലെ ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യണം. ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാൻ മറക്കരുത്. നമ്മുടെ ചിക്കൻ ഹാഫ് കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഗ്രേവി എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ല തിളപ്പിച്ച വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഞാനിവിടെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്, നല്ലോണം തിളച്ച വെള്ളം. ചൂടുവെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കൊരു 5 മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഞാനിത് കനലിലിട്ടാണ് കുക്ക് ചെയ്യുന്നത്. കാരണം തീ ഒരുപാട് വേണ്ട, ഒരല്പം തീ മാത്രം മതി. മാത്രമേ നമ്മുടെ ഈ മസാലകളെല്ലാം നമ്മുടെ ചിക്കനിൽ പിടിച്ചു കിട്ടുകയുള്ളൂ. ചിക്കൻ ഇവിടെ നല്ല രീതിയിൽ കുക്കായി വന്നിട്ടുണ്ട്. നെയ്യെല്ലാം ഇറങ്ങി നല്ല സൂപ്പറായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പ് ആവശ്യമാണെങ്കിൽ ഉപ്പിട്ട് കൊടുക്കണം. കൂടെ തന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. 1 നാരങ്ങയുടെ നീര് പിഴിഞ്ഞെടുത്തത് കൂടെ ഒഴിച്ചു കൊടുക്കാം. നമുക്കിതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് കനലിൽ വെച്ച് ഒന്നുകൂടെ കുക്ക് ചെയ്യാം. അടുപ്പ് നല്ല ചൂടായി കിടക്കുന്നതുകൊണ്ട് നമ്മൾ ചിക്കൻ പെട്ടെന്ന് തന്നെ നെയ്യൊക്കെ ഉരുവി നല്ല കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചതച്ച കുരുമുളക് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി കൂടി ചേർത്തതിന് ശേഷം നമുക്കിത് ചൂടപ്പത്തിൻ്റെ കൂടെയോ പുട്ടിൻ്റെ കൂടെയോ ചോറിനൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ചിക്കനാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.